ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാട്ടോ. അപ്പൊ എങ്ങോട്ടാണെന്ന് ഈ ഒരു വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഒരു പാലം എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന പാലാണ് നമ്മുടെ നേര്യമംഗലം പാലം. നമ്മുടെ ഇടുക്കിയെയും എറണാകുളത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ്. അപ്പൊ ഈ ഒരു പാലത്തിന്റെ ഇപ്പുറത്തെ അറ്റത്ത് എറണാകുളവും അങ്ങേ അറ്റത്ത് ഇടുക്കിയാണ്. അപ്പൊ അത്രയും സവിശേഷതകളുള്ള ഒരു പാലാണ്. രണ്ട് ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം ഈ ഒരു പാലം ഇറങ്ങിയിട്ട് നേര്യമംഗലത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വളരെ മനോഹരമായ എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ്. ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പാലമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇടുക്കി ജില്ലയിലാണെന്ന്. പക്ഷെ ഈ ഒരു ഇഞ്ചത്തൊട്ടി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി. അപ്പോൾ നേരത്തെ ഇത് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു, എന്നാൽ പിന്നീട് ഇത് എറണാകുളം ജില്ലയുടെ ഭാഗമായി. അതുകൊണ്ടാട്ടോ ഈ ഒരു ഇഞ്ചത്തൊട്ടി എറണാകുളത്തിന്റെ ഭാഗമായത്. അപ്പോൾ ഇഞ്ചത്തൊട്ടിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കോതമംഗലത്ത് നിന്നും 22 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഇഞ്ചത്തൊട്ടിയിലേക്ക് എത്തിച്ചേരാം. നേര്യമംഗലത്ത് നിന്നും 3.5 കിലോമീറ്റർ ദൂരമാണ് ഇഞ്ചത്തൊട്ടിയിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചത്തൊട്ടിയിലേക്ക് വഴിയാണ് ഈ കാണുന്നത്. കാടിന് നടുവിലൂടെയാണ് ഈ ഒരു വഴി പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു എന്താ പറയാ ഒരു സ്ഥലമാണ്. അപ്പോൾ രണ്ട് വശങ്ങളിലും ഇതുപോലെ മരങ്ങളും പ്രകൃതി ഭംഗിയും കാടും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോയത് നട്ടുച്ചയ്ക്കാണ്. എങ്കിൽ പോലും ഈ ഒരു പ്രദേശത്ത് ഭയങ്കര ഒരു തണുപ്പും എല്ലാമായിരുന്നു. അപ്പോൾ അത്രയും നല്ല ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഒരു പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ പാറക്കെട്ടുകളും ചെറിയ അരുവികളും എല്ലാം നമുക്ക് കാണാനാവും കേട്ടോ. അപ്പൊ ഈ ഒരു വഴി അത്രയും മനോഹരമായ വഴിയാണ്. അപ്പോൾ നമ്മൾ മാമലക്കണ്ടം പോകുന്ന റൂട്ടിലൊക്കെയുള്ള ആ ഒരു സെയിം വഴി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. ഫുൾ മരങ്ങളും പച്ചപ്പും എല്ലാമായിട്ട് ആ ഒരു പ്രകൃതി ഭംഗി കോർത്തിണങ്ങിയ ഒരു മനോഹരമായ സ്ഥലത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ 1 ഡേ ട്രിപ്പായിട്ടൊക്കെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഇഞ്ചത്തൊട്ടി. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടതാട്ടോ. അപ്പോൾ അത്രയും അടിപൊളി പ്ലേസ് ആണ്. അപ്പൊ ഇഞ്ചത്തൊട്ടിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജുകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് സ്നാക്സും ചായയും എല്ലാം കഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. പിന്നെ ഈ ഒരു പുഴയിൽ നമുക്ക് ഇറങ്ങാനും പറ്റും ഈ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട്. അപ്പോൾ കുറേ മീനുകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പെരിയാറിന് കുറുകെയാണ് ഈ ഒരു എന്താ പറയുക ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് കേട്ടോ. അപ്പോൾ പെരിയാറാണ് ഈ ഒഴുകുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഏകദേശം 183 മീറ്ററോളം നീളത്തിലാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് 2 പ്രദേശങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. കുട്ടമ്പുഴ പ്രദേശത്തെയും അതുപോലെ തന്നെ കീരമ്പാറ പ്രദേശത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 40 പേരിൽ കൂടുതൽ ഒരേ ടൈമിൽ കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ വാഹനങ്ങളൊന്നും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് ഫസ്റ്റ് ടൈം കയറുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കുലുക്കമൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ വളരെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. അത്രയും ഹൈറ്റിലാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ പെരിയാറിന് കുറുകെയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മലയും പുഴയും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് വളരെ
വളരെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ എന്താ പറയുക, ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 2012 കേരള സർക്കാർ ഒരു നടപ്പാലമായിട്ട് ആരംഭിച്ചതാണ്. പിന്നീട് ഇത് ഒരു തൂക്കുപാലമായിട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു പാലം കവിഞ്ഞ് വെള്ളമൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അത്രയും ഒരു ഹൈറ്റിലൊക്കെ വെള്ളം വരാമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു പേടി തോന്നും അല്ലേ. പക്ഷേ ഈ ഒരു പാലത്തിൽ കൂടെ നടക്കുമ്പോൾ വളരെ സേഫാണ്, നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇരുമ്പ് കമ്പി വെച്ചിട്ടാണ് ഈ ഒരു പാലമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് യാതൊരു പേടിയും വേണ്ട. പക്ഷെ നടന്നു പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കുലുക്കമൊക്കെ ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മലകളും പുഴയും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല, അത്രയും സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാലം ഇറങ്ങിക്കഴിയുമ്പോഴാട്ടോ ഇതിനേക്കാളും ഒരു അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. അതെന്താണെന്നല്ലേ, ഇവിടുത്തെ കയാക്കിംഗ് ആണ്. അപ്പോൾ കയാക്കിങ്ങിന് ഇവിടെ ഒരാൾക്ക് വരുന്ന ചാർജ് 100 രൂപയാട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കയാക്കിങ് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഈ ഒരു പെരിയാറ് ഇത്രയും ആഴമുള്ള ഒരു പുഴയിൽ കയാക്കിങ് ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഗാർഡും എല്ലാം നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒട്ടും പേടിയില്ലാത്ത രീതിയിൽ നമുക്ക് കുറേ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കയാക്കിങ്ങിനൊക്കെ വിടുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ വെയിലത്താണ് വന്നത്, അതുകൊണ്ട് അവരുടെ ക്യാപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കയാക്കിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ബോട്ട് ഒരിക്കലും മറിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതൊരു ആ എയർ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു പേടിയും വേണ്ട. നമ്മൾ തന്നെ മറിക്കുകയാണെങ്കിലേ മറിയുള്ളൂ, അല്ലാതെ ഇത് മറിയൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലൊന്നും ഒട്ടും പേടിക്കേണ്ട, വളരെ സേഫാണ്. പക്ഷേ എങ്കിൽ പോലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത് ചെയ്തു വന്നപ്പോൾ നമുക്ക് നീന്തലോ അല്ലെങ്കിൽ തുഴയാനോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും കയാക്കിംഗ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കയാക്കിംഗ് മാത്രമല്ല കേട്ടോ, ഇവിടെ വേറൊരു ബോട്ടും കൂടിയുണ്ട്. ആ ഒരു ബോട്ടിൽ നമുക്ക് 4-5 പേർക്കൊക്കെ ആയിട്ട് പോകാം. അതിന് 200 രൂപയാണ് ചാർജ്. കയാക്കിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ്. 45 മിനിറ്റാണ് അവർ പറയുന്നതെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ടൈം എടുക്കാം. പക്ഷേ നമുക്ക് 45 മിനിറ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും നമ്മൾ ആകെ അവശതയായി പോവും. അപ്പോൾ വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ഈ ഒരു ഇഞ്ചത്തൊട്ടി എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ അടിപൊളി വൈബാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മനോഹരമായ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.